ഹലോ, ഗുഡ് മോർണിംഗ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ ഞാനായിരുന്നു ഇവിടെ റൂമില്. നമ്മളൊരു 9:30 മണിയൊക്കെ ആയപ്പോൾ അമ്മയുടെ മെഡിസിൻസ് എല്ലാം ട്രിപ്പ് ഒരു പെയിൻ കില്ലറും ഒരു ആൻറ്റിബയോട്ടിക്കും എന്തൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് കേട്ടോ. 10:10:30 ആയപ്പോൾ ഞങ്ങൾ കിടന്നു. എനിക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ കിടന്നു. കിടന്നിട്ട് 4 മണിക്കോ 4:30ക്കോ 5 മണിക്കോ എന്തോ ഞാൻ സമയം നോക്കിയില്ല. 4 മണിക്കാണെന്ന് തോന്നുന്നു അല്ലേ? അവർ വന്ന് അമ്മ ഫുൾ വൈപ്പ് ചെയ്ത് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ബെഡ്ഷീറ്റൊക്കെ മാറ്റി. എന്നിട്ട് അവർ പോയി. എന്നിട്ട് വീണ്ടും കിടന്നുറങ്ങി. നല്ല ഉറക്കമായിരുന്നു. ഇപ്പോൾ 7:30 മണിയായി. ക്ലീനിങ്ങിന് ആൾ വന്ന് മുട്ടിയപ്പോൾ എഴുന്നേറ്റ്. അല്ലെങ്കിൽ കുറച്ചുകൂടെ കിടന്നുറങ്ങിയാനെ. ജസ്റ്റ് എഴുന്നേറ്റതേ ഉള്ളൂ. അപ്പോൾ ഇന്ന് ഡിസ്ചാർജ് ഇല്ല. നാളെ ചെയ്യത്തുള്ളൂ. അപ്പോൾ ചീമയും സച്ചിനും കുഞ്ഞിയും വേദ വേദയ്ക്ക് സ്കൂൾ അടച്ചല്ലോ. അവൾക്കാണെങ്കിൽ ഇവിടെ വന്നോളാൻ വയ്യ. എനിക്ക് കോസ്റ്റ കോഫിയിൽ കയറണം. അതാണ് അവളുടെ അത്യാവശ്യം കേട്ടോ. അപ്പം വേദ വന്നതേ ഇല്ലല്ലോ. അപ്പോൾ വേദയും കൊണ്ട് അവരൊരു 12 മണിയൊക്കെ ആവും. ആകുമ്പോൾ എനിക്ക് 1-2 വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറഞ്ഞില്ലേ. ഓണം ആയതുകൊണ്ട് നമുക്ക് നിറയെ ഷൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. 1-2 വീഡിയോ ഷൂട്ട് പെൻഡിങ് ഉണ്ട്. അപ്പം ഞാൻ അങ്ങോട്ടേക്ക് പോവും. പോയിട്ട് ഞാൻ കാർ ഇവിടെ ഇട്ടേക്കാരനോട് ഞാൻ പറഞ്ഞു 2 വീലർ എടുത്തിട്ട് വരാൻ പറഞ്ഞു. അല്ലാതെ കാറിൽ പോക്ക് പ്രാക്ടിക്കലേ അല്ല. അപ്പോൾ ഏട്ടൻ നോക്കട്ടെ വരാമെന്ന് പറഞ്ഞു. വരുവാണെങ്കിൽ ഞാൻ പോയിട്ട് വൈകിട്ട് തിരിച്ച് വരാം. വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്തിട്ട് തിരിച്ച് വരുമ്പോൾ ചീമയൊക്കെ പോവും. അച്ഛനോട് വൈകിട്ടത്തെ കാര്യം ചോദിച്ചപ്പം അച്ഛനവിടെ പട്ടി എനിക്ക് നാളെ വേദയ്ക്ക് ട്യൂഷനുണ്ട്. 9 മണി വരെ ട്യൂഷനുണ്ട് രാവിലെ. അപ്പോൾ ട്യൂഷനും കഴിഞ്ഞ് വേദയും കൊണ്ടല്ലേ ഒരുമിച്ചല്ലേ വരാൻ പറ്റൂ. ചീമ അതിനിടയ്ക്ക് വരുമായിരിക്കും. അപ്പോൾ ഞാൻ വരുമ്പോൾ എൻ്റെ കൂടെ ആയിരിക്കും ചീമയും വരുന്നത്. അപ്പോൾ വേദയെ കൊണ്ടുവരാൻ പിന്നെ ആരും ഉണ്ടാവില്ല. അപ്പോൾ എനിക്ക് അത് രാവിലെ എഴുന്നേറ്റ് വരാൻ പറ്റത്തില്ല. അത് പറഞ്ഞപ്പോൾ അച്ഛനവിടെ പട്ടി കിടക്കണതുകൊണ്ട് മനുഷ്യരെക്കാട്ടി അത്യാവശ്യമാണ് അച്ഛന് പട്ടിക്ക്. പട്ടിയോട് അങ്ങനെ പട്ടിയുള്ളതുകൊണ്ട് രാവിലെ വരണേന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ കരുതി ഞാൻ ഇവിടെ തന്നെ നിൽക്കാം. ചീമ വരുമ്പോൾ വേദയെ കൂടി കൂട്ടിയിട്ട് വരട്ടെ എന്ന് കരുതി. അപ്പം ഞാൻ പോയി ഇന്ന് പെട്ടെന്ന് വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്തിട്ട് വരാം. അമ്മ എഴുന്നേറ്റു. തനി അവർ യൂറിൻ്റെ ട്യൂബെല്ലാം മാറ്റി, ഫുൾ ട്യൂബെല്ലാം മാറ്റി. ഇനി ആ ട്രിപ്പ് ഇടുന്നതിൻ്റെ ആ ഒരു അത് മാത്രമേ ഉള്ളൂ. അത് മാത്രമേ ഇട്ടിട്ടുള്ളൂ. ബാക്കി എല്ലാം ഊരിയിട്ടുണ്ട്. വെള്ളം കുടിക്കാതിരിക്കുകയാണ്. യൂറിൻ പാസ് ചെയ്യാനായിട്ട് എഴുന്നേൽക്കേണ്ടി വരുമെന്ന് പറഞ്ഞ് വെള്ളം കുടിക്കാതിരിക്കുകയാണ്. ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പോൾ നല്ല പെയിൻ ഉണ്ടായിരുന്നു. കാരണം എല്ലാ പെയിൻ റിലീഫിന് വേണ്ടി ചെയ്തിട്ടുണ്ടായിരുന്നത് മാറ്റി. ഈ ഒരു ട്രിപ്പ് വഴി പെയിൻ കില്ലർ പോകുന്നതേ ഉള്ളൂ. അപ്പോൾ രാവിലെ വന്ന് വീണ്ടും പെയിൻ കില്ലറൊക്കെ ഇട്ടു. അപ്പോൾ ഇപ്പോൾ പെയിന് കുറവുണ്ടായിരിക്കും അല്ലേ? കുറവുണ്ടാ? എഴുന്നേറ്റ് നടക്കുമ്പോൾ വീണ്ടും പെയിൻ വരും. ഇനിയിപ്പോൾ എഴുന്നേറ്റ് നടന്നേ ടോയ്ലറ്റിൽ യൂറിൻ പാസ് ചെയ്യാനായാലും ഇത്രയും ദിവസവും അതിന് വേണ്ടി എഴുന്നേൽക്കണ്ടായിരുന്നു. അതുകൊണ്ട് വെള്ളം ധാരാളം കുടിച്ചു. ഇപ്പം അതിന് വേണ്ടി എഴുന്നേൽക്കണമെന്ന് പറഞ്ഞ് കുടിക്കാണ്ടിരിക്കുമെന്ന് അറിയത്തില്ല. എന്തായാലും ഓക്കെ ആയി വരുന്നുണ്ട്. പെയിൻ ഉണ്ട്. നാളെ ഡിസ്ചാർജ് ചെയ്തിട്ടുള്ളൂ. നാളെ അല്ലെങ്കിൽ മറ്റന്നാളായിരിക്കും ഡിസ്ചാർജ് ചെയ്യുന്നത്. എന്തായാലും അത് ഞങ്ങളോട് 5 ഡേയ്സ് എന്നാണ് പറഞ്ഞത്. അപ്പം ഞാൻ കരുതി ടോട്ടൽ 5 ഡേയ്സ് ആയിരിക്കും. അപ്പോൾ സർജറി കഴിഞ്ഞിട്ടുള്ള 5 ഡേയ്സ് ആണ്. കാരണം സർജറി കഴിഞ്ഞിട്ട് 5 ഡേയ്സ് ആൻറ്റിബയോട്ടിക്സ് പോകണം. ട്രിപ്പ് വഴി തന്നെ പോകണം. അപ്പം അതുകൊണ്ടാണ് 5 ഡേയ്സ് കേട്ടോ. അപ്പോൾ അത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നാളെ 5 ഡേയ്സ് ആവത്തുള്ളൂ. ഒരു സിസ്റ്റർ വന്നിട്ട് പറഞ്ഞു സർജറി കഴിഞ്ഞ് അതിൻ്റെ അടുത്ത ദിവസം മുതൽ 5 ഡേയ്സ് എന്നെങ്കിൽ മൺഡേ ആയിരിക്കും. അപ്പോൾ ഇതിലേത് ദിവസം എത്ര 5 ഡേയ്സ് ഏതാണ് മൺഡേ ആണ്. ഡോക്ടറോട് ഇന്നലെ ഞാൻ മെസ്സേജ് ഇട്ടപ്പോൾ ഡോക്ടർ സൺഡേ എന്നാണ് പറഞ്ഞത്. ഇനി എന്തെങ്കിലും ചേഞ്ച് ഉണ്ടോ എന്ന് അറിയത്തില്ല. എന്തായാലും വീട്ടിൽ പോയാൽ പിന്നെ പെയിൻ കില്ലറൊന്നും ഇതുപോലെ കൊടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ അത് സഹിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഒന്ന് സുഖമായിട്ട് പോവാം. അല്ലാതെ നമ്മൾ ഓടിപ്പിടിച്ച് പോയിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം. രാവിലെ എഴുന്നേറ്റു. ഇങ്ങനെ ഭ്രാന്തികളെ പോലെ ഇരുന്നു. എല്ലാവരും എന്നെ തന്നെ ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു. മുടിയെല്ലാം ചീകി വെച്ച ശേഷം വീഡിയോ എടുക്കാൻ കരുതി. ഇനി ബ്രഷ് എല്ലാം ചെയ്തിട്ട് വരാം. അപ്പോൾ വീട്ടിലേക്ക് പോവുകയാണെങ്കിൽ വീട്ടിൽ ചെന്നിട്ട് കുളിക്കാമെന്ന് കരുതി. ഞാൻ എല്ലാം സെറ്റാക്കി തന്നെ വന്നത് ഇവിടെ. പിന്നെ വീടിനെക്കാട്ടി സെറ്റപ്പാണല്ലോ കുളിക്കാനൊക്കെ ആയിട്ട്. എങ്കിലും വീട്ടിൽ പോവുകയാണെങ്കിൽ വീട്ടിൽ പോയിട്ട് കുളിക്കാം. ഒരു 12 മണിയൊക്കെ ആകുമ്പോൾ ചീമ എത്തും. ഞാൻ രാവിലെ അമ്മയ്ക്ക് മുടിയെല്ലാം ചീക്കി കെട്ടിക്കൊടുക്കുകയാണ്. അപ്പോൾ തിയേറ്ററിൽ പോയപ്പോൾ 2 സൈഡിൽ പിന്നെ കെട്ടിയിട്ടിട്ടൊക്കെയാണ് പോയത്. എന്നിട്ട് റൂമിലേക്ക് അന്ന് ഷിഫ്റ്റ് ചെയ്തില്ല. എൻ്റെ അടുത്ത ദിവസമല്ലേ ഷിഫ്റ്റ് ചെയ്തത്. എന്നിട്ട് മുടിയിൽ തൊട്ടില്ല. ഇന്നലെ തൊട്ടപ്പോൾ ഉണ്ടല്ലോ ജട കെട്ടിയതുപോലെ ആയേ. അപ്പോൾ പിന്നെ അഴിച്ച് കെട്ടാൻ ഭയങ്കര പാടായിരുന്നു. അപ്പോൾ ഇന്നലെ ഫുൾ എല്ലാം കൂടി പിടിച്ച് പിന്നി കെട്ടിയൊക്കെ കൊടുത്തായിരുന്നു. നമ്മളിവിടെ ട്രിവാൻഡ്രത്ത് പിന്നി കെട്ടിയെന്നൊക്കെ പറയും കേട്ടോ. അത് വേറെ ജടയൊന്നും കെട്ടിയിട്ടില്ല. എങ്കിലും അഴിച്ച് ഒന്നുകൂടെ ചീക്കി കെട്ടി കൊടുക്കുകയാണ്. കാരണം ഒന്നുകൂടെ അഴിച്ച് കെട്ടി കൊടുത്തില്ല എങ്കിൽ വീണ്ടും ജട കെട്ടും. അമ്മയുടെ മുടി ചുരുണ്ട മുടിയാണ്. അപ്പോൾ നമ്മളെപ്പോലെ ട്രീറ്റ്മെൻറ്റ് ചെയ്ത ഹെയറൊന്നുമല്ല അങ്ങനെ സോഫ്റ്റ് സിൽക്കി ആയിട്ട് കിടക്കാനായിട്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ ജട കിട്ടും. അത് കെട്ടിയാൽ പിന്നെ ഫുൾ വെട്ടിക്കളഞ്ഞ് മുട്ടയടിക്കേണ്ടി വരും. അപ്പോൾ ഈ അഴകാർന്ന കൂന്തൽ അങ്ങനെ ചെയ്യാൻ പറ്റില്ലല്ലോ. ഒരുപാട് പേര് എന്നോട് പലവട്ടം ചോദിച്ചിട്ടുള്ളതാണ്
ചോദിച്ചതാണ് അമ്മയുടെ മുടിയിൽ എന്താ ചെയ്യുന്നതെന്ന്. ഞാൻ പറഞ്ഞില്ല അമ്മ ഒന്നും ചെയ്യത്തില്ല. സാധാ വെളിച്ചെണ്ണയില്ലേ നമ്മൾ കറിക്ക് കൊഴിക്കുന്ന ആ വെളിച്ചെണ്ണ എടുത്ത് ലേശം തലയിൽ തേക്കുന്ന കാണാം. മുന്നെയൊക്കെ സോപ്പിട്ടാണ് വാഷ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോഴാണ് കുറച്ച് ഷാമ്പൂ ഒക്കെ ഇട്ട് വാഷ് ചെയ്യുന്നത്. അത്രമാത്രമാണ് അമ്മ ചെയ്യുന്നത്. അതുകൂടെ പോയാൽ പിന്നെ പോയില്ലേ, അത് പോയാൽ പിന്നെ ഫുൾ ഭംഗിയും പോയില്ലേ. അതുകൊണ്ട് പിന്നെ അഴിച്ച് ഒന്നുകൂടെ ചീകി കെട്ടിക്കൊടുക്കുകയാണ്. അപ്പോൾ വലിയ ഉടക്കൊന്നുമില്ല. പിന്നെ ബാക്കിലൊക്കെ എന്തോ സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചതിൻ്റെ ഗമ്മൊക്കെ മുടിയിലൊക്കെ ആയിട്ടുണ്ട്. അത്ര മാത്രമേ ഉള്ളൂ കേട്ടോ. മുടി ചെയ്യിക്കൊണ്ട് നിന്നപ്പോഴേക്കും നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇന്നലെ നൈറ്റ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, രാവിലെ കൊണ്ടുവന്നേ. ബ്രേക്ക്ഫാസ്റ്റ് ഓംലെറ്റ്, പുഴുങ്ങിയ മുട്ട പറഞ്ഞിട്ടുണ്ടായിരുന്നു, പിന്നെ ഒരു ചായ, ഒരു കട്ടൻ ചായ. അമ്മയ്ക്ക് ചായയൊന്നും പറ്റത്തില്ല, കട്ടൻ ചായ, ഇഡ്ഡലി സാമ്പാർ, പിന്നെ നട്ട്സ് വേണമെന്നുള്ളടുത്ത് കഴിയേ. ഇന്ന് വേദന നല്ല രീതിയിലുണ്ടേ. അതെല്ലാം വേറെ മറ്റതൊക്കെ മാറ്റിയിട്ടാണ്. അതുകൊണ്ട് എണീറ്റ് ഇരിക്കുന്നില്ല വേദനയെന്ന് പറഞ്ഞുകൊണ്ട്. എണീറ്റിരുന്നില്ലെങ്കിൽ ഇത് പോകുന്നത് കുറയ്ക്കും. നട്ട്സ് ടൈമാണ്, ഷീജയുടെ നട്ട്സ് ടൈം. ബ്ലാക്ക് ടീ കൂടെ എടുക്കട്ടോ. ഇത് അമ്മയുടെ ബ്രേക്ക്ഫാസ്റ്റേ. ഇഡ്ഡലി, സാമ്പാർ, ചട്നി. 2 ഇഡ്ഡലി മതി, ഒരു ഓംലെറ്റ് മതി എന്നാണ് പറഞ്ഞത്. പക്ഷെ അത് മാറിപ്പോയെന്ന് തോന്നുന്നു. ഞാനൊരു മുട്ട പുഴുങ്ങിയത് എനിക്ക് വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് വന്നിട്ടില്ല. അപ്പം ഞാൻ വിളിച്ച് പറഞ്ഞു ബില്ല് വരുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചേക്കണേന്നുള്ളത് കേട്ടോ. ഇതാണ് അമ്മയുടെ ബ്രേക്ക്ഫാസ്റ്റ്. ബട്ട് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ നട്ട്സ് ടൈം ആണ്. നട്ട്സ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ബ്ലാക്ക് ടീയും. 2 ചായ പറഞ്ഞു. ചായ അടച്ച് കൊണ്ടുവന്ന വേറൊരു ടേസ്റ്റാണ്. പിന്നെ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ താഴെ പോയി കുടിക്കാനൊരു ഇതൊക്കെ ഉണ്ട് കേട്ടോ. ആരും ഇല്ലാത്തതുകൊണ്ട് ഒറ്റയ്ക്കാണെങ്കിൽ റൂമിൽ തന്നെ. ഞാൻ പറഞ്ഞില്ലേ ഞാൻ ബോയിൽഡ് എഗ് പറഞ്ഞു എന്ന്. അപ്പം ഞാൻ വിളിച്ചെന്ന് ക്യാൻറ്റീനിൽ പറഞ്ഞു ബില്ല് വരുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണേന്നേ. അപ്പോൾ അവർ കൊടുത്തു വിട്ടു. മിസ്സായതാവാം, തന്നു വിട്ടു. ഓംലെറ്റും ബോയിൽഡ് എഗ്ഗും കൂടെ എന്തിനായിരിക്കും അവർ കരുതിയത്. തെറ്റുപോയെന്ന് കരുതിയിട്ടുണ്ടാവും, പക്ഷെ പറഞ്ഞപ്പോൾ അവർ കൊണ്ടു തന്നു. വേദയ്ക്ക് സ്കൂൾ അടച്ചു. എല്ലാ വർഷവും വേദ വെക്കേഷൻ ആഘോഷിക്കുന്നത് ഏതെങ്കിലും ഹോസ്പിറ്റലായിരിക്കും. ഈ വർഷം നമ്മൾ SP മെഡിഫോർട്ടിലാണ് ആഘോഷിക്കുന്നത്. ഇന്നത്തെ ബൈസ്റ്റാൻഡർ വേദയാണ്. അപ്പൊ ടാറ്റ വേദ, എനിക്ക് കുറച്ച് വീഡിയോസ് എടുക്കാനുണ്ട്. വേദ ആക്കിയിട്ട് പോവാണ്. ചീമ ഇപ്പൊ വരും, ചീമയും കുഞ്ഞിയൊക്കെ ഇപ്പൊ വരും. അപ്പൊ എന്തായാലും അങ്ങനെ വേദ ഹോസ്പിറ്റലിൽ നിർത്തിയിട്ട് ഞാനും മേട്ടനും കൂടി വീട്ടിൽ പോവാണ്. ഞാൻ പറഞ്ഞില്ലേ വീഡിയോ ഷൂട്ടൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ പോയി സ്കൂട്ടർ എടുത്തിട്ട് വരാൻ പറഞ്ഞത് ഇവിടുത്തെ അത്രയും തിരക്കായത് കൊണ്ടാണ്. കാറ് ഹോസ്പിറ്റലിൽ കിടക്കുകയാണ്. എനിക്ക് ഡ്രൈവ് ചെയ്യാൻ ഇത്രയും ഭയങ്കര ബ്ലോക്ക് കിട്ടും. നമ്മൾ സമയത്ത് എത്തത്തില്ല. ചവിട്ടി പിടിച്ച് അങ്ങനെ നിൽക്കേണ്ടി വരും. അതുകൊണ്ടാണ് സ്കൂട്ടറിൽ ഏട്ടനോട് കൊണ്ടുവരാൻ പറഞ്ഞു. ഞാൻ ഏട്ടനും കൂടി പോയി വീഡിയോ എല്ലാം ഷൂട്ട് ചെയ്തിട്ട് കുളിച്ച് ഫ്രഷായി ഞാൻ തിരിച്ച് വരുവാണ്. അപ്പോൾ വേദ എവിടെ ആക്കിയിട്ട് പോയത് വേറെ എവിടെ ഹോസ്പിറ്റലിൽ വേറൊരാൾ ആവശ്യമൊന്നുമില്ല കേട്ടോ. അതുകൊണ്ട് പിന്നെ വേദം നിന്നാലും മതിയില്ല, അതിന് അവിടെ ആളുണ്ട്. പിന്നെ ഒരു ബൈസ്റ്റാൻഡർ എന്ന നിലയിൽ ആരെങ്കിലും വേണമല്ലോ എന്ന് കരുതിയിട്ടാണ് വേദ ഇവിടെ നിർത്തിയത്. അപ്പോൾ വന്നപ്പോഴേക്കും സച്ചിനും ചീമയും കുഞ്ഞിയൊക്കെ വന്നിട്ടുണ്ട്, അച്ഛനും വന്നിട്ടുണ്ട്. ഒരു ഫുഡൊക്കെ കഴിച്ചിട്ടിരിക്കുകയാണ്. എനിക്കാണെങ്കിൽ ഭയങ്കര വിശപ്പ് കേട്ടോ. ഞാനൊന്നും കഴിച്ചില്ല രാവിലെ. ഉച്ചയ്ക്ക് പിന്നെ നേരെ ഇങ്ങ് പോരുകയാണ് ചെയ്തത്, കഴിക്കാനായിട്ടൊന്നും നിന്നില്ല. ഉച്ചയ്ക്ക് വേദയ്ക്കും അമ്മയ്ക്കും കൂടി ചപ്പാത്തിയും ചിക്കനും ഒക്കെ ഓർഡർ ചെയ്ത് കൊടുത്തു. അമ്മ ചപ്പാത്തി ഒരെണ്ണം കണ്ടേ കഴിച്ചിട്ടുള്ളൂ. വേദ ചിക്കനൊക്കെ കഴിച്ചിട്ട് ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ചീമയും സച്ചിനും ഒക്കെ വന്നിട്ട് അവരെന്തോ ബിരിയാണി ഏതാണ്ടൊക്കെ വാങ്ങിച്ച് കഴിച്ചു. അപ്പോൾ കഴിച്ചതിൻ്റെ ബാക്കി നമ്മുടെ പെപ്പർ ചിക്കനാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. പെപ്പർ ചിക്കനും ചിക്കൻ ഫ്രൈയും ഉണ്ടായിരുന്നു. അതിൻ്റെ ബാക്കി കുറച്ചിരുന്നു കേട്ടോ. പിന്നെ ചപ്പാത്തി ഉണ്ടായിരുന്നില്ല. ചപ്പാത്തിയും വെച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, പക്ഷേ ചപ്പാത്തി ഉണ്ടായിരുന്നില്ല. എങ്കിലും ഞാൻ വെറുതെ കഴിച്ചു. കുഞ്ഞിപ്പെണ്ണ് ഇതെല്ലാം കണ്ടിരിക്കുകയാണ്. ഇതൊക്കെ എന്താണ് ഏതാണ് എന്നൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ശരിക്കും അച്ഛനൊന്ന് ഇവിടെ കിടക്കാമെന്നൊക്കെ പറഞ്ഞാണ് വന്നത്. പിന്നെ ഞാൻ പറഞ്ഞു പൊക്കോളൂ, കുഴപ്പമില്ല എന്ന് പറയും. കാരണം അച്ഛന് അമ്മയെ പിടിക്കാനൊന്നും പറ്റത്തില്ല കേട്ടോ. ഒരാളുടെ ഹെൽപ്പ് അമ്മയ്ക്ക് ഇപ്പം, പക്ഷേ ഇന്നത്തെ ദിവസം അമ്മ ആരുടെ ഹെൽപ്പില്ലാതൊക്കെ തന്നെയാണ് എഴുന്നേറ്റത്. ഇൻ കേസ് എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ അമ്മയെ പിടിക്കാനൊന്നും അച്ഛന് പറ്റത്തില്ല. പിടിക്കാൻ പറ്റും, പക്ഷേ അച്ഛൻ ഒരുപാട് ഇങ്ങനെ വെയിറ്റ് ഒന്നും അങ്ങനെ പിടിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, രാത്രി ഞാൻ നിൽക്കാം. പക്ഷെ അച്ഛൻ നിൽക്കാമെന്ന് അച്ഛൻ നിർബന്ധം, ഞാൻ നിൽക്കാമെന്ന് ഞാൻ നിർബന്ധം. ഞാൻ പറഞ്ഞു ഞാൻ നിൽക്കുന്നതൊക്കെ കൊള്ളാം, രാവിലെ ഞാൻ വരാൻ ലേറ്റ് ആവുമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ അച്ഛന് പോകണമെന്നുണ്ട്. കാരണം പപ്പിക്ക് 10 മണിയാകുമ്പോൾ പാല് കൊടുക്കേ. അപ്പോൾ അത് കൊടുത്തില്ലെങ്കിൽ അച്ഛന് വിഷമാവും. അതുകൊണ്ട് പിന്നെ അച്ഛൻ പറഞ്ഞെങ്കിൽ പിന്നെ ശരി നിങ്ങൾ നിൽക്കുന്നവരെ നിൽക്കും, ഞാനങ്ങ് പോകാമെന്ന് പറഞ്ഞ് അച്ഛൻ കുറച്ച് കഴിഞ്ഞപ്പോൾ അങ്ങ് പോയേ. എന്നിട്ട് കുഞ്ഞിയും കൊണ്ട് നമ്മളൊന്ന് റൗണ്ട്സിന് ഇറങ്ങി. നമ്മുടെ ബേബി കേരിയറിൽ നമ്മുടെ കുഞ്ഞി ഒന്ന് ഇരുത്തി നോക്കി കേട്ടോ. അപ്പോൾ അവളെ ഇരുത്തുമ്പോൾ അവൾ ഇരിക്കുന്നുണ്ടായിരുന്നില്ല, തിരിച്ചിരുത്തുമ്പോൾ അവൾ ഇരിക്കുന്നുണ്ടായിരുന്നില്ലേ. ഇന്നിപ്പോൾ ഇങ്ങനെ ഇരുത്തിയപ്പോൾ അവൾ ഭയങ്കര ഹാപ്പി ആയിട്ടും ഭയങ്കര കംഫർട്ടബിളായിട്ടിരിക്കുന്നു. നമുക്കും എടുക്കാൻ ഭയങ്കര സുഖം കേട്ടോ. നമ്മൾ ഈ സൈഡിൽ നിന്ന് എടുക്കും, പിന്നെ കുറച്ച് കഴിയുമ്പോൾ കൈ കഴിക്കുമ്പോൾ അപ്പോൾ ഇപ്പുറത്തെ സൈഡിൽ നിന്ന് എടുക്കും. കുഞ്ഞിന്നല്ല, ഏത് കുഞ്ഞുങ്ങളായാലും നമ്മൾ അങ്ങനെ മാറിയും തിരിഞ്ഞു കൊടുക്കുമ്പോൾ അവർക്കും ഒരു ഇറിറ്റേഷൻ, നമുക്കും ഒരുപാട്. ഇതാകുമ്പോൾ ഭയങ്കര കംഫർട്ടബിൾ. അവർക്ക് ഇരിക്കാനും സുഖം, നമുക്ക് കൊണ്ടു നടക്കാനും
സുഖം കേട്ടോ. അവർക്കാണെങ്കിൽ എപ്പോഴും ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടിരിക്കാനല്ലേ ഇഷ്ടം. വെറുതെ കിടക്കുന്നതിനെ കാട്ടി ഇങ്ങനെ കണ്ടുകൊണ്ട് നടക്കണം. അപ്പം ഏറ്റവും നല്ലൊരു ഓപ്ഷൻ ഇതാട്ടോ. കുഞ്ഞിയുടെ നൂലിന് നമ്മുടെ സലീം ഡോക്ടർ ഗിഫ്റ്റ് തന്നതാട്ടോ. ഭയങ്കര യൂസ്ഫുള്ളാണ്. നിങ്ങൾ ബേബീസൊക്കെ ഉണ്ടെങ്കിൽ ഇത് യൂസ്ഫുള്ളാണോ എന്നുള്ളൊരു കൺഫ്യൂഷനിൽ ഇരിക്കേണ്ട. നല്ല യൂസ്ഫുള്ളാണ്. അത് ഉപയോഗിച്ചപ്പോഴാണ് മനസ്സിലായിട്ടോ. പക്ഷെ അവളെ തിരിച്ചിരുത്തിയിട്ട് നമ്മുടെ ദേഹത്തേക്ക് ഇങ്ങോട്ട് തിരിച്ചിട്ട് ഓപ്പോസിറ്റ് ഇരുത്തിയിട്ട് അവൾ ഇരിക്കുന്നുണ്ടായിരുന്നില്ല. തിരിച്ച് ഫ്രണ്ടിലേക്ക് ഇരുത്തിയപ്പോൾ അവൾക്ക് കാഴ്ചയൊക്കെ കണ്ടങ്ങനെ ഇരിക്കാൻ ഭയങ്കര കംഫർട്ടബിളായിട്ടിരുന്നു. നമുക്കും അതെ ഭയങ്കര കംഫർട്ടബിളായിട്ട് കൊണ്ടു നടക്കാൻ പറ്റും. ആ വെയിറ്റോ ഒന്നും അറിയത്തില്ല. നമ്മളും ടയേർഡാവില്ല, അവരും ടയേർഡാവത്തില്ല. നമ്മൾ സാധാരണ നടക്കും പോലെ തന്നെ കേട്ടോ. ഒരു വെയിറ്റുള്ള ഫീലോ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ കുഞ്ഞി ഞാനും കൂടി ഇങ്ങനെ വരികയാണ്. ചീമയും വേദയും കൂടി പോയി. അപ്പോൾ കോസ്റ്റ കോഫി കുടിക്കണമല്ലോ, അതിനാണല്ലോ വേദ വന്നത്. അപ്പോൾ കോസ്റ്റയിലേക്ക് കോഫി കുടിക്കാമെന്നും പറഞ്ഞ് ഞങ്ങൾ 3 പേരും കൂടെ ഇറങ്ങി. അപ്പോൾ ഇന്ന് SP മെഡിഫോർഡിൽ ഓണാഘോഷമായിരുന്നു. വലിയ അത്തപ്പൂക്കളമൊക്കെ ഇട്ട് എല്ലാവരും സെറ്റ് സാരിയും സെറ്റ് മുണ്ട് ഷർട്ടും മുണ്ടും ഒക്കെ എടുത്ത് ഡാൻസും പാട്ടും ഒക്കെ ആയിട്ട് ഭയങ്കര രസമുണ്ടായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ നമുക്കിങ്ങ് താഴേക്ക് വന്നപ്പോൾ മുകളിലേക്ക് പോകാനായിട്ട് തോന്നിയില്ല. നല്ല രസമുണ്ട്. എല്ലാവരും ഡാൻസും അവിടുത്തെ സ്റ്റാഫുകളെല്ലാം ഡാൻസും പാട്ടും ഒക്കെ ആയിട്ട് നല്ല ഭംഗി. കുഞ്ഞ് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. ഞങ്ങളങ്ങനെ ഓരോ കോഫി ഞാനും വേദയും ചീവയും ഡിഫറെൻ്റ് ആയിട്ടുള്ള 3 തരം കോഫീസ് വാങ്ങി. പിന്നെ എന്താണ് വാങ്ങിയത്, ബ്രൗണിയും കോഫിയോ അല്ല ബ്രൗണിയും കേക്കോ എന്തോ അങ്ങനെ എന്തൊക്കെ വാങ്ങി. അപ്പോൾ ഞാനിങ്ങനെ കുഞ്ഞും വെച്ചുകൊണ്ട് നിന്നപ്പോൾ അവിടെ ഒരു ഫോട്ടോഗ്രാഫർ നിന്നിട്ട് എൻ്റെ കുഞ്ഞിയുടെ ഫോട്ടോസ് എടുത്ത് തന്നായിരുന്നു കേട്ടോ. ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ഫോട്ടോ. പക്ഷെ ഞാൻ കരുതിയത് കുഞ്ഞിയുടെ മാത്രം എടുക്കുന്നതെന്നേ. ഞാൻ പറഞ്ഞു എനിക്കൊന്ന് ഫോട്ടോ അയച്ചു തരുമെന്ന് വെച്ചപ്പോൾ പുള്ളി ഫോട്ടോ അയച്ചു തന്നു. അയച്ചു തന്നപ്പോൾ ഞാനും കുഞ്ഞുണ്ട്, നല്ല ക്യൂട്ടായിട്ടുണ്ട്. അങ്ങനെ അവൾ ഭയങ്കര സുഖമായിട്ടിരിക്കുകയാണ്. മിണ്ടാതിരിക്കുന്നത് നോക്കി കാഴ്ചയൊക്കെ കണ്ട് എല്ലാമൊക്കെ നോക്കി. നമ്മളിപ്പോൾ എന്ത് ഫുഡ് എടുത്താലും അവളിങ്ങനെ ഫുഡിലേക്ക് നോക്കിക്കൊണ്ടിരിക്കും കേട്ടോ. പിന്നെ വേദയ്ക്കാണ് കുഞ്ഞിങ്ങനെ എടുത്തുകൊണ്ട് നടക്കാൻ ഭയങ്കര ഇഷ്ടം. പക്ഷെ അവളുടെ കയ്യിൽ കുറേ സമയമൊന്നും ഇരിക്കത്തില്ല കേട്ടോ. അവൾ കുറച്ച് സമയം കഴിയുമ്പം അവൾ കൈയും കാലോട്ട് അടിക്കാൻ തുടങ്ങും. അപ്പോൾ വേദയ്ക്ക് എടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ കൊണ്ടുവന്ന് തരും കേട്ടോ. അവൾക്ക് ഇങ്ങനെ എപ്പോഴും എടുത്ത് വെച്ചുകൊണ്ടിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ബാഗിൽ കുറച്ച് സമയമൊക്കെ ഇരുത്തി കൊടുത്തപ്പോൾ വേദയ്ക്ക് ഭയങ്കരമായിട്ട് ഹാപ്പിയായി. അവൾ ആദ്യം എടുക്കാൻ തുടങ്ങി. പറയും വേണ്ട വേണ്ട ആദ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. ഫസ്റ്റ് ടൈമാണ് കുഞ്ഞി ഇരുത്തിയിട്ടുണ്ട്. പക്ഷെ അവൾ ഇരുന്നിട്ടില്ല, കരച്ചിലായിരുന്നു. പക്ഷെ ഇപ്രാവശ്യം ഇരുന്നിട്ട് കുറച്ച് സമയം കൊണ്ട് നടക്കുന്നത് ഫസ്റ്റ് ടൈമാണ്. അപ്പോൾ ഓക്കെ ആയപ്പോൾ വേദയുടെ കയ്യിലും കൊടുത്തിട്ട് അപ്പോൾ വേദ ഭയങ്കരമായിട്ട് ഹാപ്പിയായി. അത് കഴിഞ്ഞ് ഞങ്ങൾ റൗണ്ട്സൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും അമ്മ പതിയെ നടക്കുക കേട്ടോ. നടക്കുന്നുണ്ട്. അമ്മയ്ക്ക് നടക്കുന്നതിൽ വലിയ ബുദ്ധിമുട്ടില്ല. പക്ഷേ ബെഡിലൊക്കെ കിടന്നിട്ടുള്ള എക്സസൈസൊക്കെ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ചെയ്യാനാണ് അമ്മയ്ക്ക് വലിയ മടി. നമ്മൾ പറയുമ്പോൾ ഒട്ടും കേൾക്കുന്നുണ്ടല്ല ഇല്ല കേട്ടോ. പക്ഷെ ഡോക്ടർ വരുമ്പോൾ അമ്മ കാലൊക്കെ നന്നായിട്ട് പൊക്കുന്നുണ്ട്, ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് ഡേ ഒക്കെ ചെയ്ത ആ ഒരു ഉത്സാഹം ഉന്മേഷമൊന്നും ഇപ്പോൾ ഇല്ല. കാരണം 2 ദിവസം കൊണ്ട് അമ്മ കരുതിയത് അന്ന് കുറച്ച് പെയിൻ സഹിച്ചാൽ അടുത്ത ദിവസം കുറച്ചുകൂടെ കുറഞ്ഞ് വരുമെന്നാണ്. പക്ഷെ കുറയുന്നില്ല എന്ന് പറയുന്നില്ല. അമ്മ ഉദ്ദേശിച്ചതുപോലെ അങ്ങോട്ട് കുറയുന്നില്ല. അതുകൊണ്ട് അമ്മയ്ക്കും ഇപ്പോൾ വയ്യ കേട്ടോ. എനിക്ക് ഭയങ്കര വേദന, എന്നെ കൊണ്ട് പറ്റുന്നില്ല എന്നൊക്കെ പറയും. ഇത്രയും കാലം പൊക്കിയില്ലേ, വിത്തൗട്ട് ഡോക്ടറിൻ്റെ ഹെൽപ്പില്ലാതെയാണ് അമ്മ അത് പൊക്കിയത്. നമ്മൾ ചെയ്യാൻ പറഞ്ഞ അമ്മയുടെ കാല് പൊങ്ങുന്നില്ല എന്ന് പറഞ്ഞ് ചെയ്യത്തില്ല. അങ്ങനെ ഇന്ന് ഫിസിയോ ഡോക്ടർ കുറേ ക്ലാസ് എല്ലാം കൊടുത്തു. വീട്ടിൽ പോയാലും ചെയ്യണം, അതിലൊരു മടിയും കാണിക്കരുത്, ഫിസിയോ ചെയ്യുന്നതിലാണ് കാര്യം. കുറേ കാര്യങ്ങൾ നമുക്ക് അറിഞ്ഞൂടാത്തതും അറിയാവുന്നതുമായിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. എന്തായാലും ഫിസിയോയിലാണ് എല്ലാ കാര്യങ്ങളും ഇരിക്കുന്നത്. ഈ മുട്ട് നമ്മളെ ബോഡിയായിട്ടൊന്ന് ഓക്കെ സെറ്റായി വരണം. നമ്മുടെ ബോഡി അതുമായിട്ട് ഇതായി വരണം. മുട്ട് മടക്കി നോക്കണം, നടന്ന് നോക്കണം, ഇരുന്ന് നോക്കണം. അമ്മയ്ക്ക് ബെഡിലൊക്കെ ഇരിക്കും. ഇപ്പോൾ ആരുടെയും ഹെൽപ്പില്ലാതെ അമ്മ എഴുന്നേൽക്കും ബെഡിൽ നിന്നൊക്കെ. ഞാൻ പറഞ്ഞില്ലേ, യൂറിൻ്റെ ട്യൂബൊക്കെ മാറ്റി യൂറിൻ പാസ് ചെയ്യാനൊക്കെ പോകുന്നുണ്ട്. പക്ഷെ ചെയറിൽ നിന്ന് എഴുന്നേൽക്കാൻ അമ്മയ്ക്ക് ഭയങ്കര ബുദ്ധിമുട്ട്. ചെയറിൽ ഇരിക്കത്തുമില്ല, ചെയറിൽ നിന്ന് എഴുന്നേൽക്കാൻ ഭയങ്കര പാട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഫിസിയോ ഡോക്ടർ വന്നിട്ട് പറഞ്ഞു ഐസ് ഒന്ന് വെച്ച് കൊടുക്കൂ, ഐസ് വയ്ക്കുമ്പോൾ കുറച്ചൊരു ആശ്വാസമൊക്കെ കിട്ടുമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മുടെ കാലിൽ ഐസ് വയ്ക്കുകയാണ്. പക്ഷേ ഐസ് വെച്ച ശേഷം അമ്മയ്ക്ക് ഭയങ്കര ഒരു തണുപ്പെല്ലാം വന്നിട്ട് അമ്മയ്ക്ക് പറ്റാത്തതുകൊണ്ടാവും കേട്ടോ. ഭയങ്കര ഒരു തണുപ്പൊക്കെ വന്ന് കാലൊക്കെ ഭയങ്കരമായിട്ട് ഇങ്ങനെ തരിക്കും പോലെ എന്ന് പറഞ്ഞു കേട്ടോ. വേദനയല്ല, തരിക്കും പോലെ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് നന്നായിട്ട് ഷിവറൊക്കെ ചെയ്തു കേട്ടോ. ഞാൻ നല്ല രീതിയിൽ ഐസ് വെച്ച് കൊടുത്തു. ഇനി അതിലൊരു കുറവ് വേണ്ടാന്ന് കരുതി നല്ല രീതിയിൽ ഐസ് വെച്ച് കൊടുത്തു. അത് ലേശം കൂടിപ്പോയോ എന്നൊരു സംശയം കേട്ടോ. കാരണം ഇപ്പം നമുക്കൊരു മുറിവൊക്കെ വരുമ്പോൾ ഇങ്ങനെ ഐസൊക്കെ വെക്കുമ്പോൾ ഒരു ആശ്വാസം കിട്ടില്ലേ. ഞാനും അത്രേ ഉദ്ദേശിച്ചുള്ളൂ. ഡോക്ടർ അതാണ് പറഞ്ഞത് എന്ന് പറഞ്ഞ് ഞാൻ അങ്ങനെ കട്ടിപ്പിച്ചൊന്നും വെച്ചില്ല. എങ്കിലും ഞാൻ കുറച്ച് നേരം പിടിച്ചു കൊടുത്തു കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നുന്നു അമ്മയ്ക്കത് പറ്റുന്നുണ്ടാവില്ല. ഓരോരുത്തർക്കും ഓരോ ബോഡിയാണ്, ഓരോ ബോഡി ടൈപ്പാണ്, ഓരോ ബോഡി രീതിയായിരിക്കും. നേരത്തെ ഞാൻ ഇന്നലൊക്കെ പറഞ്ഞ പോലെ ഓരോരുത്തർക്കും ഓരോ രുചിയായിരിക്കും.
ഓരോരുത്തർക്കും എന്നെ കാണുന്ന പോലെ ആയിരിക്കില്ല, നിങ്ങൾ എന്നെ കാണുന്ന പോലെ ആയിരിക്കില്ല വേറൊരാളുടെ കണ്ണിൽ എൻ്റെ രൂപം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഓരോരുത്തർക്കും ഓരോ ഇത്. അപ്പോൾ അമ്മയ്ക്കത് സെറ്റായില്ല. പിന്നെ പെയിൻ കില്ലറെല്ലാം കൊടുത്തു. ഭയങ്കരമായിട്ട് ഷിവർ ചെയ്യാനൊക്കെ തോന്നി. പൾസും ഹാർട്ട് റേറ്റും ഒക്കെ നോക്കിയപ്പോൾ അല്ലൊന്നും വേറെ കുഴപ്പമില്ല. BP ഒക്കെ ചെക്ക് ചെയ്തു, അല്ലൊന്നും വേറെ കുഴപ്പമില്ല. അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ തണുപ്പ് കാലിൽ വെച്ചപ്പോൾ സെറ്റാകാത്തതാവും കേട്ടോ. മുറിവിലല്ല വയ്ക്കാൻ പറഞ്ഞത്, അതിൻ്റെ സൈഡിലൊക്കെ ഒന്ന് പിടിച്ചു കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ നന്നായിട്ട് ഒരു ആശ്വാസം കിട്ടുമെന്ന് പറഞ്ഞു. പക്ഷെ അതിന് വേണ്ടി ചെയ്തതാണ്. അതുകൊണ്ടാണോ എന്താണെന്ന് അറിയില്ല. അതിന് ശേഷമാണ് അമ്മയ്ക്ക് പിന്നെ ഒട്ടും വയ്യാതെയായി. ഇത് വേദയും കുഞ്ഞും കൂടെ കളിയും പറച്ചിലും. കുഞ്ഞിക്ക് വേദയെ കാണുമ്പോഴുള്ള സന്തോഷവും വേദയ്ക്കും അതുപോലെ തന്നെ കേട്ടോ. ഇനിയിപ്പോൾ സ്കൂൾ അടച്ചല്ലോ 10 days. അതുകൊണ്ട് കുഞ്ഞിനോടൊപ്പം അറിയാം വേദ ആരുടെയൊക്കെയോ ദൈവങ്ങളെ വിളിച്ച് പ്രാർത്ഥിച്ചു തോന്നുന്നു എങ്ങനെ ട്രിപ്പ് പോകാൻ പറ്റില്ലേ എന്നുള്ളത്. അതുകൊണ്ട് ഇനിയിപ്പോൾ ട്രിപ്പ് പോകുന്ന ഞങ്ങളൊന്ന് തിരുപ്പതിയിലൊക്കെ പോകാൻ പ്ലാൻ ചെയ്തതാണ്. പക്ഷേ അമ്മ ഇങ്ങനെ ഇരിക്കുമ്പോൾ നമ്മളെങ്ങനെയാണ് പോകുന്നത്? വീട്ടിൽ ആരെങ്കിലും ഹെൽപ്പ് വേണ്ടേ? എന്നിട്ടും ഞാൻ വേറൊരു ഐഡിയ പ്ലാൻ ചെയ്തു. ഇപ്പോൾ ഫുഡ് ഉണ്ടാക്കുന്നതിലെ മെയിൻ ഒരു പ്രോബ്ലം. വീട്ടിലവിടെ ഒരു ആൻറ്റി വരുന്നുണ്ട് ഹെൽപ്പ് ചെയ്യാനായിട്ട്. അപ്പം ഫുഡിന് 3 നേരം ഞാനൊരു സ്ഥലത്ത് അറേഞ്ച് ചെയ്യാൻ നോക്കിയപ്പോൾ നെക്സ്റ്റ് വീക്ക് ഓണമല്ലേ, ഫുൾ 1 ഓണം, 2 ഓണം, 3 ഓണം, 4 ഓണം. അപ്പോൾ ഈ 4 ഓണത്തിനും അവിടെ വർക്കിംഗ് അല്ല. അപ്പോൾ ഈ 4 ഓണം വരെ അമ്മയെ കൊണ്ട് എഴുന്നേറ്റ് നിന്ന് കുക്ക് ചെയ്യാൻ പറ്റത്തില്ല. അച്ഛനെ കൊണ്ടും ചെയ്യുന്നതിനൊരു പരിധിയൊക്കെ ഉണ്ട്. അതുകൊണ്ട് പിന്നെ ഞാൻ കരുതി പോക്ക് ക്യാൻസൽ ചെയ്യാമെന്ന് കരുതി. അപ്പോൾ വീട്ടിൽ നിൽക്കാൻ വേദയ്ക്ക് കുഞ്ഞായിട്ട് കളിക്കാൻ അതിൻ്റെ സന്തോഷത്തിലാണ് വേദ. പക്ഷേ ട്യൂഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ ട്യൂഷനൊക്കെ എഴുതാനായിട്ടൊക്കെ കുറേ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്ത ടാസ്ക് എന്താണെന്ന് വെച്ചാൽ അമ്മ ചെയറിലിരുന്നു. ബെഡിൽ നിന്നൊക്കെ അമ്മ ആരുടെയും ഹെൽപ്പില്ലാണ്ട് തനിയെ എഴുന്നേൽക്കും. പക്ഷേ ചെയറിലിരുന്നാൽ അവിടെ നിന്ന് എഴുന്നേൽക്കാൻ ഭയങ്കര പാടും. അമ്മ ചെയറിലിരിക്കില്ല. അപ്പോൾ ഫിസിയോ ഡോക്ടർ വന്നിട്ട് പറഞ്ഞ് ചെയറിൽ ഇരുന്നേ പറ്റത്തുള്ളൂ, ഇരുന്നേ പറ്റത്തുള്ളൂ, ഇരുന്നേ പറ്റത്തുള്ളൂ. അങ്ങനെ ഇരിപ്പിച്ചു. പക്ഷേ എഴുന്നേൽക്കുന്നില്ല. അപ്പോൾ ഞാനും ചീമയെ പറഞ്ഞ് എപ്പോഴും അതിലിരുന്നാൽ ആരെങ്കിലുമൊക്കെ ഹെൽപ്പ് ചെയ്യും. ഞാനൊരു സൈഡിൽ പിടിക്കും, ഒരു സിസ്റ്റർ വന്ന് ഹെൽപ്പ് ചെയ്തിട്ടാണ് എഴുന്നേൽക്കുന്നത്. പക്ഷേ ഇപ്രാവശ്യം പറഞ്ഞു ഞങ്ങൾ എഴുന്നേൽപ്പിക്കില്ല, സ്വന്തമായിട്ട് തനിയെ എഴുന്നേൽക്കണമെന്ന് പറഞ്ഞു. പക്ഷെ അമ്മയുടെ മാക്സിമം ട്രൈ ചെയ്തു, പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ എങ്ങനെയൊക്കെയോ പകുതി എഴുന്നേറ്റ് നിന്ന് പിന്നെ ഞാനും ചീമയും കൂടെ ഹെൽപ്പ് ചെയ്ത് കൊടുത്തിട്ടാണ് എഴുന്നേറ്റത് കേട്ടോ. ഞാൻ പറഞ്ഞില്ല ബെഡിലൊക്കെ ഇരിക്കുന്നുണ്ട്. പക്ഷെ ചെയറിൽ നിന്ന് എന്തുകൊണ്ടാണ് എഴുന്നേൽക്കാൻ പറ്റാത്തതെന്നറിയില്ല. ബെഡും ചെയറൊക്കെ ഒരേ ഹൈറ്റ് തന്നെയാണ്. പക്ഷേ എന്താ അമ്മ കൊണ്ട് ചെയറിൽ നിന്ന് പറ്റുന്നില്ല. പിന്നെ എക്സസൈസ് ചെയ്യാനും മടിയുണ്ട്. പക്ഷേ ഫസ്റ്റ് ഡേ ഒക്കെ അമ്മ നല്ല ആത്മാർത്ഥതയോടെ ചെയ്ത് ഞാൻ വീഡിയോയിൽ പറയുകയും ചെയ്തു. നടക്കുന്നുണ്ട്, ടോയ്ലറ്റിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് പോകുന്നുണ്ട്, നടക്കുന്നുണ്ട്. പക്ഷേ ബാക്കിയുള്ള എക്സസൈസും കാര്യങ്ങളും ഒന്നും ചെയ്യുന്നില്ല. പക്ഷേ ഇന്ന് ഡോക്ടർ ഒന്ന് കുറേ ക്ലാസ്സൊക്കെ എടുത്തപ്പോൾ അമ്മ വീണ്ടും ഒന്ന് ആക്റ്റീവായിട്ടുണ്ട്, ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ചെയ്യാത്തതല്ല, മനഃപൂർവ്വം ചെയ്യാത്തതല്ല, ആ പെയിൻ ഉള്ളത് കൊണ്ട് ചെയ്യാൻ പറ്റുന്നില്ല. ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് മടിക്കുന്നു. വേദന സഹിക്കുന്നതിൻ്റെ കാര്യം ഓർക്കുമ്പോൾ അതങ്ങ് മടിക്കുന്നതാട്ടോ. അങ്ങനെ മടിച്ചിരുന്നാൽ ഓടിച്ചാടി നടക്കാൻ പറ്റത്തില്ല. എന്നിട്ട് നമ്മൾ ഡോക്ടേഴ്സിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ അവരെ പറയുന്ന രീതി കൂടെ പ്രോപ്പറായിട്ട് ചെയ്യാതെ അവർ ചെയ്തതിലാണ് കുറ്റം എന്ന് പറയുന്നതിൽ യാതൊരുവിധ അർത്ഥവുമില്ല. അവർ നമ്മളും ചെയ്തിട്ട് അതിലൊരു റിസൾട്ട് കണ്ടില്ല എങ്കിൽ നമുക്ക് പറയാം അവർ ചെയ്തതിലാണ് കുറ്റമെന്ന്. പക്ഷെ അവർ പറയുന്ന കാര്യം നമ്മൾ ചെയ്യാതിരുന്നിട്ട് നമുക്ക് ശരിയായില്ല എന്ന് പറയുന്നതിൽ യാതൊരുവിധ അർത്ഥവുമില്ല കേട്ടോ. അതുകൊണ്ട് എത്ര വയ്യെങ്കിലും എത്ര വേദന ഉണ്ടെങ്കിലും ഒരു 2-3 ആഴ്ച ആ വേദന ഒന്ന് സഹിക്കുക. അത് കഴിഞ്ഞ് 1 മാസം മാക്സിമം ആ വേദന ഒന്ന് സഹിക്കുക. അത് കഴിയുമ്പോൾ നമുക്ക് സുഖമായിട്ട് എഴുന്നേറ്റ് നടക്കാൻ പറ്റും എന്നൊക്കെ എപ്പോഴും എല്ലാവരും പറയുമ്പോൾ നമ്മളും അമ്മയോട് പറയാണ്. അമ്മയ്ക്കും അറിയാം. പക്ഷേ വേദന ഒരു പ്രധാന ഘടകമാണ്. വേദനയെ മറികടന്ന് ഒന്ന് ആക്റ്റീവായാൽ ഓക്കെയാണ്. അങ്ങനെ എങ്ങനെയൊക്കെയോ ആ ചെയറിൽ നിന്ന് എഴുന്നേൽപ്പിച്ചു. നമ്മൾ പിടിക്കില്ല എന്ന് തന്നെ പറഞ്ഞു കേട്ടോ. കാരണം ഡോക്ടർ കർശനമായിട്ട് പറഞ്ഞു ഇവിടെ നിന്നൊന്ന് പ്രാക്ടീസ് ചെയ്തിട്ട് പോവുക. കാരണം വീട്ടിൽ ഹെൽപ്പ് ചെയ്യാൻ ആരും ഉണ്ടായെന്ന് വരില്ല, തനിയെ ഇതൊക്കെ ചെയ്യണ്ടേ. അതുകൊണ്ട് ഇവിടെ നിന്ന് അത് കറക്റ്റ് ക്ലിയർ ചെയ്തിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞത് കൊണ്ടാണ് ചെയറിൽ അമ്മ ഇരിക്കത്തേയില്ല, പേടിച്ചിട്ട് എഴുന്നേക്കാൻ വയ്യാന്ന് പറഞ്ഞിട്ട് നിർബന്ധിച്ച് കൊണ്ടുവന്ന് ചെയറിൽ ഇരിപ്പിച്ചു. കുറേ സമയം നിന്ന് എങ്ങനെയൊക്കെ എഴുന്നേറ്റു കേട്ടോ. പക്ഷെ അമ്മ വിചാരിച്ചാൽ അത് നടക്കും. പക്ഷെ അമ്മ വിചാരിക്കുന്നില്ല. അപ്പോഴേക്കും കുഞ്ഞി പെണ്ണ് കരച്ചിലും തുടങ്ങിയിട്ടുണ്ടല്ലോ. പാലിന് വേണ്ടിയിട്ടാട്ടോ. പാല് കൊടുക്കുക, അവളെങ്ങനെ കൊണ്ട് നടക്കുക, അതാണ് അവളുടെ മെയിൻ ഹോബി എന്ന് പറയുന്നത്. അങ്ങനെ ബെഞ്ചിൽ നിന്ന് എഴുന്നേറ്റ് വന്ന് ഇവിടെ ഇരുന്നപ്പോഴാണ് പിന്നെ കാലൊന്നും മുട്ടും അനക്കാനായിട്ട് വയ്യാതെ ഇരുന്നത്. എന്നിട്ട് അമ്മയ്ക്കൊരു പെയിൻ കില്ലറൊക്കെ കൊടുത്ത ശേഷം നമ്മളൊന്ന് താഴേക്ക് ക്യാൻറ്റീനിലേക്ക് പോവുകയാണ്. വൈകിട്ടത്തേക്ക് ഓട്സ് മാത്രം പറഞ്ഞു, 2 മുട്ട പുഴുങ്ങിയതും പറഞ്ഞു എനിക്കും അമ്മയ്ക്കുമായിട്ട്. അപ്പോൾ സച്ചിന് എവിടെ പോയിരിക്കുകയാണ്, തൊട്ടടുത്ത് നമ്മുടെ SP ഫോറിനടുത്ത് എവിടെ പോയിരിക്കുകയാണ്. തിരിച്ച് വരുമ്പോൾ വേദയും കുഞ്ഞിയും ചീമയും കൂടി കൊണ്ടുപോകാമെന്ന് പറഞ്ഞപ്പോൾ സച്ചിൻ വരാൻ ലേറ്റ് ആവും എന്ന് പറഞ്ഞതുകൊണ്ട് പിന്നെ
പോയി ക്യാൻറ്റീനിൽ എന്ത് ഫുഡ് ഉണ്ടെന്ന് നോക്കി ഓർഡർ ചെയ്യാമെന്ന് പറഞ്ഞ് ഓർഡർ ചെയ്തിട്ട് വന്നു. കുഞ്ഞിപ്പെണ്ണിനെ കൊണ്ടുപോയി, കുഞ്ഞിക്ക് അതാണല്ലോ ഇഷ്ടം. അങ്ങനെ അതിലിരുന്ന് ഡാൻസ്, വേദ എന്തു കാണിച്ചാലും പൊട്ടി പൊട്ടി ചിരിയാട്ടോ. ഇങ്ങനെ വേദ ഡാൻസ് കളിക്കുന്നു, അതെല്ലാം കണ്ട് പൊട്ടി പൊട്ടി ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് വൈകുന്നേരം ഫുഡ് കഴിക്കാൻ സമയമായപ്പോൾ ഒന്ന് അമ്മയെ എഴുന്നേൽപ്പിച്ച് നടക്കുന്നുണ്ട്. എന്നിട്ട് ചെയറിൽ തന്നെ ഇരിക്കാൻ പറഞ്ഞു. ചെയറിൽ വിഷമിച്ച് കരങ്ങി എന്നെയും ചീത്ത വിളിച്ചുകൊണ്ട് വന്ന് ഇരുന്നു. പക്ഷേ ഇരുന്നിട്ട് അവിടെ ഇരുന്ന് തന്നെ ഭക്ഷണം എല്ലാം കഴിച്ച് ചെറിയ രീതിയിൽ കാല് മുകളിലോട്ടും താഴോട്ടും ഒക്കെ ഒന്നാക്കി ഒന്ന് ചെറിയ രീതിയിൽ കൊടുത്തു. എന്നിട്ട് ഫുഡ് കഴിച്ചു. ഓട്സാണ് അമ്മയ്ക്ക് പറഞ്ഞത്. ഫുഡെന്ന് പറഞ്ഞാൽ അങ്ങനെ അമ്മ അധികം കഴിക്കുന്നില്ല കേട്ടോ. ഫുഡ് പറ്റുന്നില്ല എന്ന് അമ്മയ്ക്ക്. മീനും ഇറച്ചിയൊന്നും ഇല്ലാണ്ട് പറ്റാത്ത ഒരാളാണ്. ഇപ്പം മീനും ഇറച്ചിയൊന്നും കഴിക്കാൻ തോന്നുന്നില്ല. മുട്ട പോലും കഴിക്കാൻ എനിക്ക് തോന്നുന്നില്ല, എനിക്ക് വേണ്ടാത്തതുകൊണ്ടാണെന്ന് പറഞ്ഞു. പക്ഷേ ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്ത് കൊടുക്കുന്നത് പഴവും ഫ്രൂട്ട്സും പാല് അങ്ങനെയൊക്കെയുള്ള സാധനം കഴിക്കുന്നുണ്ട്. കാർബ് കഴിക്കുന്നില്ലെന്നേ ഉള്ളൂ. എന്തെങ്കിലുമൊക്കെ കഴിച്ചാൽ പ്രോട്ടീനും കഴിക്കുന്നില്ല കേട്ടോ. അങ്ങനെ ഇപ്പോൾ നമുക്ക് ചോറും അരി ആഹാരവും തന്നെ കഴിക്കണമെന്നില്ല, മറ്റുള്ള സാധനങ്ങൾ കഴിച്ചാലും മതി, അതൊക്കെ കഴിക്കുന്നുണ്ട്. പക്ഷേ ഇന്നിപ്പോൾ എന്താണ് പറഞ്ഞത്, ഓട്സ്. അതാണെങ്കിൽ റൂമിലെത്തിയപ്പോഴേ അലുവ പോലെ ആയിട്ടോ. പിന്നെ അല്ലെങ്കിൽ കുറച്ച് ചൂടുവെള്ളം കൂടി മിക്സ് ചെയ്താണ് എടുത്തത്. പിന്നെ ജ്യൂസൊക്കെ ഇരിപ്പുണ്ട്. ജ്യൂസ് നമുക്കാണ്, അമ്മയ്ക്കല്ല. അമ്മയ്ക്ക് ഫ്രൂട്ട്സൊക്കെ കൊടുക്കുന്നതുകൊണ്ട് ജ്യൂസ് വേണ്ടാന്ന് പറഞ്ഞു. എനിക്കും വേദയ്ക്കും ചീമയ്ക്കും കൂടി ജ്യൂസ് ഓർഡർ ചെയ്തു. ഞങ്ങളൊരു ചിക്കൻ നൂഡിൽസ് ഞാനും വേദയും കൂടി പറഞ്ഞു. ചീമ പൊറോട്ടയും ഗോബി മഞ്ചൂരിയനും പറഞ്ഞു. പിന്നെ അതിൽ എന്തായാലും അവൾ അത്രയും കഴിക്കത്തില്ല, ബാക്കി വരാണെങ്കിൽ ഞാനും കൂടി കഴിക്കാമെന്ന് കരുതി. അങ്ങനെ എല്ലാവരും ഒക്കെ കഴിച്ച് കഴിഞ്ഞ ശേഷം അമ്മ ഒന്നുകൂടെ കാല് നിവർക്കുകയും മടക്കുകയൊക്കെ ഒന്ന് ചെയ്തിട്ട് ഒന്ന് എഴുന്നേറ്റ് നടത്തിച്ചു കേട്ടോ. ഇവിടെ ഇരുന്ന് എഴുന്നേൽക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് നേരത്തെ ഞാനും ചെയ്യുമ്പോൾ മാക്സിമം ട്രൈ ചെയ്ത് നോക്കി സ്വന്തമായിട്ട് എഴുന്നേൽക്കാനായിട്ട്. പക്ഷേ വലിയ പാടാണ്. അപ്പോൾ അത്രയും സ്ട്രെയിൻ ചെയ്യേണ്ട എന്ന് കരുതി. നമുക്ക് കണ്ടു നിൽക്കണം, നമുക്ക് തന്നെ പാവം തോന്നിയിട്ട് സിസ്റ്ററെ വിളിച്ചിട്ടാണ് ഇപ്പോൾ ഇവിടെ നിന്ന് എഴുന്നേൽപ്പിച്ചത്. ഒരാളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എഴുന്നേൽക്കുന്നുണ്ട്, പക്ഷേ ഒറ്റയ്ക്ക് ഇവിടെ നിന്ന് എഴുന്നേൽക്കുന്നില്ല. ബെഡിൽ നിന്ന് അമ്മ എഴുന്നേൽക്കുന്നുണ്ട്, പക്ഷേ ചെയറിൽ നിന്ന് എഴുന്നേൽക്കുന്നില്ല. അത് ഇനി 2-3 ദിവസം പ്രാക്ടീസൊക്കെ ചെയ്യുമ്പോൾ ഓക്കെ ആവുമായിരിക്കും. നമ്മൾ വീട്ടിൽ ചെല്ലുമ്പോൾ ഇങ്ങനത്തെ ബെഡോ കാര്യങ്ങളോ ഒന്നും ഇല്ലല്ലോ. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് മാക്സിമം എങ്ങനെയൊക്കെയാണെന്ന് നോക്കി സെറ്റ് ആക്കിയിട്ട് വേണം വീട്ടിലേക്ക് പോകാൻ. അവിടെ ചെന്നിട്ട് നമുക്ക് എപ്പോഴും വരാൻ പറ്റത്തില്ലല്ലോ. ടോയ്ലറ്റിലൊക്കെ പോകാനാണെങ്കിലും അതൊക്കെ ട്രെയിൻ ചെയ്യിപ്പിച്ചു ടോയ്ലറ്റിലൊക്കെ പോകുന്നുണ്ട്. പക്ഷേ ചെയറിൽ മാത്രം അമ്മ എഴുന്നേറ്റിട്ട് ഇരിക്കുന്നില്ല കേട്ടോ. എന്തായാലും ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞൊരു 9:30 മണിയൊക്കെ ആയപ്പോൾ സച്ചിൻ എത്താറായി, താഴേക്ക് ചെല്ലാൻ പറഞ്ഞു. അങ്ങനെ ചീമയും വേദയും കുഞ്ഞിയും കൂടി പോവാണ്. നാളെ വരാമെന്ന് പറഞ്ഞു. നാളെ നമ്മൾ ഡിസ്ചാർജ് ചെയ്യുമല്ലോ, ഡിസ്ചാർജ് ചെയ്യുമ്പോൾ അങ്ങ് വീട്ടിൽ പോവാമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അവർ പോവാണ്. കുഞ്ഞി ഭയങ്കര വിഷമത്തിലാട്ടോ. കുഞ്ഞിക്ക് ഇവിടെ ഭയങ്കര ഇഷ്ടമാണ്, പോകുമ്പോൾ ഭയങ്കര വിഷമമാണ്. ഇല്ല അതൊന്നും അറിയാറില്ല, പ്രായമായിട്ടില്ല, എങ്കിലും ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. അങ്ങനെ വേദയും ചീമയും കുഞ്ഞിയും പറഞ്ഞു കേട്ടോ. അപ്പം മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റിന് എന്ത് വേണമെന്നൊക്കെ ചോദിച്ച ഒരാൾ വന്നു. അപ്പത്തിനും മുട്ടക്കറിക്കൊക്കെ പറഞ്ഞിട്ട് ഇത് ഇങ്ങനെ ഇരിക്കുന്നു. സോ ഗൈസ്, ഇന്നത്തെ വീഡിയോ നമുക്ക് എൻഡ് ചെയ്യാം. നാളെ നമ്മൾ ഡിസ്ചാർജ് ആവും തോന്നുന്നു. ഇന്നും ഞാൻ തന്നെയാണ് ഇവിടെ സ്റ്റേ. എനിക്ക് ഇനി കുറേ വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്യാനുണ്ട്. 10:30 മണിയായി. 4 മണിയാകുമ്പോൾ അവർ ക്ലീനിങ്ങിനും മറ്റും വരും, അപ്പോൾ വീണ്ടും എഴുന്നേൽക്കണം. പിന്നെ 5 മണിയാകുമ്പോൾ ഡ്രിപ്പ് വീണ്ടും ഇടും, അത് പിന്നെ നോക്കിക്കൊണ്ടൊക്കെ കിടക്കണം. പിന്നെ ഉറക്കം പോകും കേട്ടോ. പക്ഷേ വീഡിയോ എഡിറ്റ് ചെയ്യാണ്ട് എനിക്ക് കിടക്കാനും പറ്റില്ല. എല്ലാവരും കൂടി വന്നിരിക്കുമ്പോഴേ പിന്നെ നമുക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാനുള്ള ടൈമൊന്നും കിട്ടത്തില്ല. അതുകൊണ്ട് രാത്രി എഡിറ്റ് ചെയ്തിട്ട് കിടക്കും. അപ്പോൾ അങ്ങനെ കുറച്ച് പരിപാടികളുണ്ട്. നാളെ ഡിസ്ചാർജ് ആവും എന്ന് 90% വിശ്വാസമുണ്ട്. പിന്നെ നമുക്ക് ഇൻഷുറൻസ് ഉണ്ട്, അത് കവറാവോ ഇല്ലയെന്ന് അറിയത്തില്ല. കവർ ആവുകയാണെങ്കിൽ നാളെ സൺഡേ, ഐ മീൻ ഇന്നിപ്പോൾ വീഡിയോ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഇന്ന് സൺഡേ എന്നായിരിക്കും നമ്മൾ ഡിസ്ചാർജ് ആവുന്നത്. ഇന്നലത്തെ വീഡിയോ ആണല്ലോ നമ്മൾ ഇന്ന് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ സൺഡേ ആയതുകൊണ്ട് ഇൻഷുറൻസിൽ എന്തെങ്കിലും ഒരു ഡിലേ വരുന്നെങ്കിൽ മാത്രമേ ഉള്ളൂ. അമ്മ ഉറങ്ങി കേട്ടോ. ഇന്ന് നടന്നതിൻ്റെയൊക്കെ ഒരു ചെറിയ വേദന, എല്ലാ ക്ഷീണവും കാര്യമൊക്കെ മാറിയിട്ടുണ്ട്. ഫുഡ് കഴിക്കുന്നില്ല. ഇത്രയൊക്കെയാണ് വിശേഷം. നാളെ നമുക്ക് ഡിസ്ചാർജ് ആവാം എന്നുള്ള വിശ്വാസത്തോടു കൂടി ഇന്നത്തെ വീഡിയോ നമുക്ക് എൻഡ് ചെയ്യാം. ടാറ്റാ, ബൈ.